അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബില്ലാഹിമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രം വിസ്മരിക്കുക എന്ന പാപത്തെക്കുറിച്ചാണ്. ചരിത്രം വിസ്മരിക്കുക എന്നതിനെ നാം നോക്കുകയാണെങ്കിൽ, ലോകത്ത് ചരിത്രം മറന്ന, തൻ്റെ പാരമ്പര്യത്തെ, തൻ്റെ പൈതൃകത്തെ മറന്ന ഓരോ സമൂഹവും തുടർന്ന് മുന്നോട്ടുള്ള ഗമനങ്ങളിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ആ വെല്ലുവിളികളെ നേരിടാനുള്ള പാഠങ്ങൾ അവർക്ക് ചരിത്രത്തെ മറക്കുന്നതിലൂടെ നഷ്ടമായിട്ടുണ്ട്. ഒരു സമൂഹം അതിൻ്റെ ചരിത്രത്തെ, അതിൻ്റെ പാരമ്പര്യത്തെ, അതിൻ്റെ പൈതൃകത്തെ വിസ്മരിക്കുക എന്നതിലൂടെ അവർ ചെയ്യുക എന്നത് ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലജ്ജാവഹമാണ്. കാരണം തുടർന്ന് വരുന്ന സമൂഹം തൻ്റെ പൈതൃകത്തെ കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച് അവബോധമില്ലാത്ത, അതിനെക്കുറിച്ച് ബോധമില്ലാത്ത, എന്താണ് തൻ്റെ സ്വത്വത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു സമൂഹമാണ് തുടർന്ന് വരുന്നത്. ലോകത്ത് വളർന്നു വന്ന ഓരോ സാമ്രാജ്യങ്ങളും തങ്ങൾക്ക് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളിൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് അവർ ഉപയോഗപ്പെടുത്തിയത് ചരിത്രത്തെ മാറ്റിത്തിരുത്തുക, അവരുടെ ചരിത്രത്തെ വിസ്മരിക്കുക, അവരുടെ ചരിത്ര രേഖകളെ, അവരുടെ പൈതൃകത്തെ, അവരുടെ പാരമ്പര്യത്തെ നശിപ്പിക്കുക എന്നതിലൂടെയാണ്. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന റെഡ് ഇന്ത്യൻസിനെ ആക്രമിച്ചു. അമേരിക്കയിലേക്ക് ബ്രിട്ടനിൽ നിന്ന് വലിയ കുടിയേറ്റമുണ്ടായി. അവിടെ കോളനികൾ സ്ഥാപിക്കപ്പെട്ടു. അന്ന് അവിടെ ജീവിച്ചിരുന്ന റെഡ് ഇന്ത്യൻസിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ, അവരുടെ ജീവിത സ്ഥലങ്ങൾ, അവരുടെ ജീവിത കേന്ദ്രങ്ങൾ, ആവാസ വ്യവസ്ഥകൾ, അവരുടെ പാരമ്പര്യങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിത രീതികളെ വരെ മാറ്റിത്തിരിച്ചുകൊണ്ടാണ് ബ്രിട്ടൻ അവിടെ ഒരു സാമ്രാജ്യത്തെ സ്ഥാപിച്ചത്. അവിടെ അവർ ചരിത്രത്തെ തിരുത്തിയതിലൂടെ അതിൻ്റെ തുടക്കകാലത്ത് അതിനെതിരെ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഘട്ടം ഘട്ടമായി അവിടെ പുതിയ സ്കൂളുകൾ ഉണ്ടാക്കി, അവിടെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളും എല്ലാം ഉണ്ടാക്കി. അതിലേക്ക് അവിടെയുള്ള പ്രാകൃത ജനസമൂഹത്തെ ക്ഷണിച്ചു. എന്നാൽ അവർ പഠിച്ചത് അവരുടെ ചരിത്രത്തെക്കുറിച്ചായിരുന്നില്ല, അവരുടെ പൂർവികരെക്കുറിച്ചായിരുന്നില്ല, അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചായിരുന്നില്ല. മറിച്ച് ബ്രിട്ടൻ ഉണ്ടാക്കിയ ഒരു പുതിയ ചരിത്രം ആയിരുന്നു. അതിലൂടെ അവർക്ക് നഷ്ടമായത് തങ്ങളുടെ പാരമ്പര്യമാണ്, തങ്ങളുടെ സ്വത്വമാണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു പറഞ്ഞു, ചരിത്രം പഠിക്കുന്നതിലൂടെ മുൻപ് വന്നവരുടെ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ പാഠങ്ങൾ പരിപാലിക്കപ്പെടുന്നു. എന്നാൽ അത് മറക്കുന്നതിലൂടെ അത് പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നാണ്. ഇന്ത്യൻ ചരിത്രത്തിലേക്ക് നാം ഒന്ന് കണ്ടെടുത്ത് നോക്കുകയാണെങ്കിൽ, മുഗൾ ഭരണം മുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനം വരെ അതിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ സമകാലിക സമൂഹത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നത് ചരിത്രം മാറ്റിത്തിരുത്തുക, അല്ലെങ്കിൽ ചരിത്രത്തെ വിസ്മരിക്കുക, അവരുടെ ന്യൂനപക്ഷങ്ങളുടെ ചരിത്രരേഖകളിൽ നിന്ന് മാറ്റുക എന്നതിലൂടെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ വെറും ഒരു കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു വലിയ സംഘടനകൾക്കോ വലിയ നേതാക്കൾക്കോ മാത്രമായിരുന്നില്ല പ്രാതിനിധ്യം. അവിഭക്ത ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലുമുള്ള ഓരോ മുക്കിലും മൂലയിലുള്ള ജനങ്ങൾക്കും അവിടെയുള്ള സമൂഹങ്ങൾക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ വലിയ പങ്കുണ്ട്. എന്നാൽ അവരെയെല്ലാം ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഖിലാഫത്ത് നമ്മുടെ കേരളത്തിൽ നടന്ന 1921 മാപ്പിള കലാപത്തെ നാം നോക്കുകയാണെങ്കിൽ, മാപ്പിള കലാപം എന്ന പേരിൽ അതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് തന്നെ ഒരു ചരിത്രത്തിൻ്റെ മാറ്റിത്തിരുത്തലുകൾക്ക്, അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് അതിൻ്റെ തുടർന്ന് വരുന്ന സമൂഹങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ്. യഥാർത്ഥത്തിൽ അതൊരു കലാപമായിരുന്നോ? യഥാർത്ഥത്തിൽ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു കൊളോണിയൽ ഭരണത്തിനെതിരെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു, അല്ലാതെ ഒരു കലാപമല്ല, ഒരു ലഹളയല്ല. ആ ലഹള കലാപം എന്ന രീതിയിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിലൂടെ ആ ചരിത്രകാരന്മാർ, ഇംഗ്ലീഷ് ചരിത്രകാരന്മാരും ലക്ഷ്യമാക്കിയത് ചരിത്രം മാറ്റിത്തിരുത്തുക എന്നതിലേക്കാണ്. നമ്മൾ കേരളത്തിലേക്ക് ഇസ്ലാം എന്ന
എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള ചരിത്രത്തിൽ പല ഭാഗങ്ങളും നമുക്ക് അവ്യക്തമാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എല്ലാം നാം എടുത്തു നോക്കുകയാണെങ്കിൽ മാലിക് ദിനാർ കേരളത്തിൽ വന്നത് മുതൽ ഒരു 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം അവ്യക്തമാണ്. ഇതിനെ മാറ്റിത്തിരുത്തിയത് കേരളത്തിലെ അന്ന് സാഹിത്യവും ചരിത്രരചനയും കൈയാളിയിരുന്ന നായർ അതുപോലെയുള്ള ഹിന്ദു ചരിത്രകാരന്മാരാണ്. തുടർന്ന് വന്ന ചരിത്രരചനയിൽ എല്ലാം പിന്തുടർന്നത് അവർ മാറ്റിത്തിരുത്തിയ ചരിത്രമാണ്. ഒരു സമൂഹം അതിൻ്റെ ചരിത്രം അതിൻ്റെ പാരമ്പര്യം അതിൻ്റെ പൈതൃകം നഷ്ടപ്പെടുന്നതിൽ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. തൻ്റെ ചരിത്രം, തൻ്റെ പാരമ്പര്യം, തൻ്റെ പൈതൃകം ഒന്നും അറിയാത്ത ഒരു സമൂഹം എങ്ങനെ മുന്നോട്ടുള്ള ഗമനം അതിന് സാധ്യമാകും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ചരിത്ര തിരുത്തലുകൾ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, മറിച്ച് ചരിത്രം തുടങ്ങിയതെന്നു മുതൽ ഈ ലോകം ഉണ്ടായതെന്നോ അന്ന് മുതൽ ചരിത്രത്തിന്റെ മാറ്റിത്തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചരിത്ര തിരുത്തലുകൾ ഉണ്ടാകുന്നത് ഒരു വിദ്വേഷത്തിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളാണ് ഉന്നതർ എന്നതിൽ നിന്നോ മാത്രമല്ല. ലോകത്ത് നാം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചരിത്രത്തെക്കുറിച്ച് പഠിക്കണം, അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.